എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കോട്ടയത്തെ ഇരട്ടക്കൊലപാതകം വിജയകുമാറിൻ്റെയും മീരയുടെയും വിഷയം തന്നെയാണ്. എല്ലാ യൂട്യൂബേഴ്സും CBI കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ ഞാനായിട്ട് എന്തിനാ കുറയ്ക്കുന്നേ എന്നുള്ളതാണ് എൻ്റെ ഒരു വിചാരം. എന്താണെന്ന് വെച്ചാൽ പോലീസ് പറഞ്ഞത് നാട്ടുകാർക്കാണേലും നമ്മുടെ കേരളത്തിലുള്ളവർക്കാണേലും അല്ല ആർക്കും യൂട്യൂബേഴ്സിനാണേലും ആർക്കും അങ്ങോട്ട് ദഹിച്ചിട്ടില്ല. ഈ 5 അടി പൊക്കമുള്ള ഒരു ഞാഞ്ഞൂല് പോലെ ഇരിക്കുന്ന ഇവൻ ഒരു 6-6.5 അടി പൊക്കമുള്ള ആ ഒരു മനുഷ്യൻ, അയാൾ എക്സസൈസൊക്കെ ചെയ്ത് വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു മനുഷ്യനെ അവൻ വളരെ ഈസി ആയിട്ട് കൊന്നു. പിന്നെ കൊന്നതിൻ്റെ കാരണം കേട്ടാൽ അവൻ്റെ ഭാര്യയെ പരിചരിക്കാൻ സമ്മതിച്ചില്ലെന്നോ ഫോൺ എടുത്തെന്ന് കേസ് കൊടുത്തെന്ന് അതിങ്ങനെ വലിച്ചു നീട്ടി എല്ലാവരും ചെയ്ത് വളരെ പോലീസ് ആക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ഇത്രയും ക്രൈം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്കത് അത്ര വെള്ളം തൊടാതെ വിഴുങ്ങാൻ അങ്ങനെ തോന്നുന്നില്ല. ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസമൊക്കെ ഒരു 1-2 ചാനലുകളിലൊക്കെ വന്ന ഒരു ഇതുണ്ട്, ഒരു ഇങ്ങേരുടെ സ്വഭാവത്തെ പറ്റി പറയുന്നുണ്ട്. ഇപ്പോൾ അയൽക്കത്തുള്ള ആരോടും തമ്മിൽ ഒരു ബന്ധമില്ല. ആ ബന്ധമില്ലാഴിയാണ് അങ്ങേര് സൗദി അറേബ്യ ജോലി ചെയ്തിരുന്നത്. ജോലി ചെയ്യുന്നതിനെ പറ്റി പറയുവാണെങ്കിൽ അങ്ങേര് ഒരു സ്ഥാപനം നടത്തിയിരുന്ന ഫുഡ് സപ്ലൈ ആണ്. ആ ഫുഡിനെ പറ്റി പറയുമ്പോൾ ആ കൂടെ സിഗരറ്റ്, ബീഡി അങ്ങനെയുള്ള അവിടെ ബാൻ ചെയ്തിട്ടുള്ള സംഭവമൊക്കെ പുള്ളി രഹസ്യമായിട്ട് വയ്ക്കും, ഇരട്ടി വിലയ്ക്ക് വിൽക്കും. അപ്പോൾ എന്താണെങ്കിലും ഇരട്ടി വിലയ്ക്ക് കൊടുക്കുക എന്നുള്ളൊരു ബിസിനസ് തന്ത്രം അത് എടുത്തിട്ടുണ്ട്. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പിന്നെ നീലവൃങ്കാതി ഓയിൽ, ധന്വന്തര ഓയിൽ, പിന്നെ കുടംപുളി ഇങ്ങനെയുള്ളതൊക്കെ ഗൾഫിൽ കിട്ടുകയില്ലാത്ത സാധനം ആ കാലഘട്ടത്തിൽ, ഇപ്പം എല്ലാം ആയി, ആ കാലഘട്ടത്തിൽ അതെല്ലാം കൊണ്ട് ഇരട്ടി വിലയ്ക്ക് വയ്ക്കുക. അങ്ങനെയെല്ലാം ചെയ്ത് എങ്ങനെയാണ് ബിസിനസ് വളരെയധികം പച്ച പിടിച്ചു. ഈ പൈസയുടെ കാര്യത്തിൽ വരവെണ്ണം മാറ്റമില്ലെന്ന് പറയുന്ന പോലെ ഒരു ദാക്ഷിണ്യമില്ല. സഹജീവികളോട് ഒരു സഹാനുഭൂതിയില്ല. ഹോട്ടലിൽ ജോലി ചെയ്യുന്നവർക്ക് ആക്സിഡൻറ്റ് വന്നാൽ മൈൻഡ് ചെയ്യില്ല. സാധാരണ ഓണർമാർ മൈൻഡ് ചെയ്യും, അതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. പിന്നെ സ്റ്റാഫാണെ തമ്മിൽ കൂട്ടുകൂടുന്ന ഇഷ്ടമില്ല. ഒരു പരുക്കനായ മനുഷ്യൻ, വേറെ ഒന്നുമില്ല, ഇടവും ബലവും ചിന്തയൊന്നുമില്ല. സ്വന്തം ഭാര്യയോടും മക്കളോട് പോലും കേട്ടിട്ട് സ്നേഹം ഉണ്ടെന്ന് തോന്നുന്നില്ല. ആകെ കുടിപ്പുള്ളി ആകെ ഒരേ ഒരു കാര്യത്തെ സ്നേഹിച്ചിട്ടുള്ളൂ, പണത്തിനെ മാത്രം സ്നേഹിച്ചു. ആ സ്നേഹം അങ്ങോട്ട് ഇച്ചിരി ഓവറായി പോയെന്നുള്ളത് തോന്നുന്നുണ്ട് ഇത് കേട്ട് വരുമ്പോൾ. അങ്ങനെ ആ സ്നേഹം പണത്തിനോടുള്ള കൂടിയിട്ട് പുള്ളിക്ക് ഇൻഫോ പാർക്ക് കൊച്ചിയിലൊക്കെ സ്വത്തുണ്ട്, ബാംഗ്ലൂരുണ്ട് സ്വത്ത്, മൈസൂറുണ്ട് സ്വത്ത്, അങ്ങനെ കാണുന്നിടത്തെല്ലാം മേടിച്ച് കൂട്ടിയിട്ടുണ്ട്. 2 മക്കളെ ഉള്ളൂ, ഒരാണും പെണ്ണും. അവരെ നല്ല എഞ്ചിനീയറും ഡോക്ടറും ആക്കി വളർത്തിയിട്ടുണ്ട്. മകൻ എഞ്ചിനീയർ ആയിരുന്നു. അപ്പോൾ മൈസൂരത്തെ ബാംഗ്ലൂരത്തെ സ്വത്തുമായിട്ടൊക്കെ എന്തൊക്കെ കേസ് നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരു കർണാടകക്കാർ ഇങ്ങേരുടെ മെയിൻ ശത്രുവായിട്ട് വന്നിട്ടുണ്ട്. അവരാണ് ഇങ്ങേരെ തീർത്തത്. കാരണം മകൻ്റെ മരണം ഒരു ട്രെയിനിൻ്റെ മുന്നിൽ സൈഡിൽ കൊണ്ടുപോയി ബോഡിയിട്ട് ആത്മഹത്യയാക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷേ അതിന് മുന്നേ ദേഹത്തുനിന്ന് ചോരയൊക്കെ വന്ന് കാറയിൽ മകൻ പ്രശോഭം എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ്റെ കടയിലോട്ട് അവനെ കാണാൻ പോവുകയാണ്. തിരിച്ചു വരുന്ന വഴിക്ക് അമ്മയെ വിളിച്ച് ചോദിച്ചു, അമ്മേ ഞാൻ അപ്പോൾ രാത്രി 8 മണിയാണ്, എന്തെങ്കിലും ഫുഡ് മേടിക്കണമെന്ന് ചോദിച്ചു. വീട്ടിലോട്ട് മേടിച്ചുകൊണ്ട് വരും. നമ്മുടെയൊക്കെ വീടുകളിൽ സാധാരണ നടക്കുന്ന പോലെ ഫുഡ് വാങ്ങിക്കൊണ്ട് വരണോ അമ്മയെന്ന് ചോദിച്ചു. അപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് മകൻ വരുന്ന സമയം കഴിഞ്ഞിട്ട് മകൻ വരാത്തതുകൊണ്ട് അച്ഛൻ വിളിച്ച ആ ഫ്രണ്ടിനോട് ചോദിച്ചപ്പോൾ രാത്രി 8 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു. അല്ലാതെ ആ പയ്യനൊന്ന് മരിക്കാനായിട്ട് പോകാനോ മരിക്കേണ്ടതായിട്ടോ ഒരു സംഭവം പോലും അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ ലൈഫിലെ 80% പ്രശ്നങ്ങളും എന്താണ്? പണം കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ് നമുക്കുണ്ടാകുന്നത്. പണത്തിൻ്റെ കുറവ് മൂലം കറങ്ങിയടിച്ച് വരുന്ന പ്രശ്നമാണ്, അല്ലാതൊന്നുമല്ല. വേണമെങ്കിലൊരു 95% പ്രശ്നങ്ങൾ നമുക്ക് പണം കൊണ്ട് ഒഴിവാക്കാം. 5% നമുക്ക് വേറെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് വരുന്നത്. രോഗം വന്നാൽ പോലും നമുക്ക് പണമുണ്ട്. ഇനി ഞാൻ കണ്ടിട്ടുള്ളതാണ്, എന്ത് വലിയ രോഗം വന്നാലും പണം എറിഞ്ഞ് വീശാനുണ്ടോ ആ രോഗമൊക്കെ അവിടെ നിൽക്കും. അത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ അപ്പോഴും 5% ഒഴിച്ചിടാം. പണത്തിന് സാധിക്കാത്ത പലതും ഉണ്ട്. വേണേൽ വാദിക്കാനായിട്ട് പറയാം, പണം സ്നേഹം കിട്ടുകയെന്നൊക്കെ പറയാം. പക്ഷേ സ്നേഹം പോലും പണം കൊടുത്താൽ കിട്ടും, ആ ഒരവസ്ഥയാണ്. അത് പോട്ടെ. അപ്പോൾ ഇങ്ങേരുടെ കൂടെ സ്റ്റാഫായിട്ട് ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തി, കാലങ്ങളോളം ജോലി ചെയ്ത് കുറേ ഉണ്ട് വോയിസ്, അതിൻ്റെ ഒരു കുറച്ച് കേൾപ്പിക്കാം. ഇയാളുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഫുഡ്, ഫിലിപ്പീൻ ഫുഡ്, തായ്ലൻഡ് ഫുഡ്, അറബി ഫുഡ് സ്റ്റഫായിരുന്നു ഇയാൾക്ക്. ഞങ്ങൾ 3-4 സെയിൽസ്മാൻമാരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം നല്ല ലാഭത്തിലും നല്ല ഇതിലാണ് ചെയ്തത്. ആ സമയത്തൊക്കെ ബിസിനസ് മോശമായി പുള്ളി ബിസിനസ് മോശമായ സമയത്ത് പുള്ളി ബിസിനസ് നിർത്തി പോകുന്നു. ആളെ സംബന്ധിച്ച് നല്ലൊരു 6 അടി ഹൈറ്റ് ഉണ്ട്. നല്ല ബുദ്ധിമാനാണ് ഏറ്റവും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഈ പറയുന്ന ആസാമീനെ കൊണ്ടൊന്നും പുള്ളിയുടെ ഒരു വിരളെ പിടിക്കാൻ പറ്റത്തില്ല. ആൾ നല്ല ആരോഗ്യവാനാണ്. ആൾ നല്ല ഡയറ്റിങ്, നല്ല ഫിസിക്കലായിട്ട് നല്ല എക്സസൈസ് ഒക്കെ ചെയ്ത് നല്ല ബോൾഡാണ് അദ്ദേഹത്തിൻ്റെ ബോഡി. അതിനകത്ത് കൂടെ ആളുണ്ടാവും, അതെന്തോ നമുക്കറിയില്ല. പക്ഷേ വിജയനെ സംബന്ധിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാം പൈസ ഉണ്ടാക്കാൻ അറിയാവുന്നവനാണ്. പൈസ ഇഷ്ടം, അന്ന് തന്നെ പൈസയുണ്ട്, അന്ന് തന്നെ നല്ല പൈസയുണ്ട്. അങ്ങോട്ട് ഉണ്ടാക്കിയ പൈസയാണ്. എൻ്റെ ഒരു 2008 വരെ അവിടെ ഉണ്ട്, എനിക്കറിയാം. പുള്ളി ആദ്യം അവിടെ ഒരു കമ്പനിയിൽ ചെറിയ ജോലിക്ക് വന്നാണ്. അവിടെ നിന്നുകൊണ്ട് ആ വാർ ടൈമിലാണ് പുള്ളി അവിടെ ജോലി ചെയ്തുകൊണ്ട്
മറ്റ് ബിസിനസ് ചെയ്ത് ആ പാർട്ട് ടൈമിൽ ചില 2-3 സ്പെഷ്യലൈസ് അവിടെ ബാൻഡായിട്ട് 2-3 സാധനങ്ങൾ വിറ്റാണ് പുള്ളി പൈസ ഉണ്ടാക്കിയത്. അതായത് ബീഡി, സിഗരറ്റ്, തമ്പാക്കു അങ്ങനെയുള്ള സാധനങ്ങൾ ഈ പട്ടാളക്കാർക്ക് സപ്ലൈ ചെയ്ത് ബീഡിയിലാണ് പുള്ളി അവിടെ നിന്ന് കാശ് കയറിപ്പോകുന്നത്. അത്രമാത്രം ബീഡി കച്ചവടവും ബീഡി സിഗരറ്റൊക്കെ വിറ്റാണ്. പിന്നെ ചിക്കൻ സോസേജ് അങ്ങനെയുള്ള ചില റെയറായിട്ടുള്ള ചില സാധനങ്ങൾ ആ സമയത്ത് പട്ടാളക്കാരൊക്കെ അങ്ങനെ ഒരിടത്ത് സാധനം കിട്ടാനില്ല, പുള്ളി എടുത്ത് 100-300 രൂപ വിലക്കാണ് പുള്ളി കൊടുത്തത്. അങ്ങനെ അമിത ലാഭം എടുത്ത് പുള്ളി പൈസ ഉണ്ടാക്കിയതാണ്. അത് വളരെ ബുദ്ധിമാനാണ്. പുള്ളിനെ പെട്ടെന്നൊന്നും തോൽപ്പിക്കാൻ പറ്റില്ല. പുള്ളിക്ക് പ്രോപ്പർട്ടി അന്ന് തന്നെ നല്ല സാമ്പത്തികമായി നല്ല ഇതിലാണ് പുള്ളി അവിടെ നിന്ന് പോരുന്നത് തന്നെ. അല്ല, ഈ അമിതമായിട്ട് പണത്തെ സ്നേഹിക്കുന്നവർ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുള്ളൂ. അതൊക്കെ തോന്നി ഇതൊക്കെ കേൾക്കുമ്പോൾ. ഇങ്ങേര് ഓണം, ഈദ്, പെരുന്നാൾ, വിഷു അങ്ങനെ വരുന്നതിന് ബോണസോ അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്നവർക്ക് എന്തെങ്കിലും പൈസ കൊടുക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുന്ന പരിപാടിയില്ല. പക്ഷേ ശമ്പളം കൃത്യമായിട്ട് കൊടുത്തിരിക്കും. അതൊക്കെ മറ്റൊരാളെ കളിപ്പിച്ചൊന്നും ഇങ്ങേര് പണം ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ കോട്ടയത്തെ ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന ആ ഒരു ഓഡിറ്റോറിയം നേരത്തെ ഒരു ഹോട്ടലായിരുന്നു. ദിലീപിൻ്റെ ഒരു സിനിമ കണ്ട പോലെ ഒരു ഹോട്ടലായിരുന്നു. അത് ജപ്തി ആയപ്പം അത് ഇങ്ങേര് ചുളുവിലേക്ക് അടിച്ചു മാറ്റിയതാണെന്നാണ് പറയുന്നത്. പണമുള്ളവൻ അങ്ങനെ സാധിക്കും കേട്ടോ. അവരിൽ പണം എടുത്തെറിയാനുള്ളവർക്ക് ഇങ്ങനെ ഈ ജപ്തി ആയത് അതൊക്കെ ചുളുവിലേക്ക്. കാരണം ജപ്തി വന്ന് നിൽക്കുന്നവനോട് ജപ്തിയെക്കാട്ടും ഭേദമായിട്ടൊരു തുക പറയുമ്പോൾ അവൻ അതിന് സമ്മതിക്കും. അങ്ങനെയൊക്കെ മേടിച്ചാന്നാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ പുറകോട്ട് ചിന്തിക്കുമ്പം ഈ പണത്തിനെ അമിതമായിട്ട് സ്നേഹിച്ചിട്ട് മനുഷ്യത്വമില്ലാതെ മനുഷ്യരെ ഒന്നും അടുപ്പിക്കാതെ ഇപ്പോൾ അയൽക്കാരനെ കണ്ട ഒരു ചിരി സമ്മാനിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങേർക്ക് ചിരി വരാത്ത ഒരു മുഖഭാവവും ചിരിക്കുക ഒരു നല്ലൊരു സംഭാഷണം, എന്നാ ഉണ്ട് വിശേഷം, എന്തുണ്ട് എന്നൊരു അയൽക്കത്തൊരു താഴെ വെറും ഒരു സാധാരണക്കാരനെ കണ്ടിട്ട് സംസാരിക്കാൻ തോന്നാനുള്ളൊരു മനസ്സ് വേണം. ആ മനസ്സൊന്നും ഇങ്ങേർക്കില്ലായിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ ഇത്രയും വലിയ വീടുണ്ട്, എല്ലാം സെക്യൂരിറ്റി സിസ്റ്റങ്ങൾ, ക്യാമറ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ സെക്യൂരിറ്റിക്ക് ചെവിയൊന്നും കേൾക്കത്തില്ലായെന്ന് തോന്നുന്നു, പ്രായമുള്ള ഒരു മനുഷ്യനും. ഇതെല്ലാം ചെയ്തു വെച്ചാലും എന്തോ ഒരു കുറവുണ്ടല്ലേ. അതെന്തിൻ്റെ കുറവായിരിക്കും? മനുഷ്യത്വമായിരിക്കും അല്ലേ. ആ മനുഷ്യത്വക്കുറവുണ്ടായിരുന്നു. ഇവനോടാണേലും ഇടപെട്ട്. പിന്നെ മലയാളികൾ പൊതുവേ നിങ്ങൾ ആസാമികളോട് അവരിവിടുന്ന് വരുന്ന ബംഗാളികളോട് കണ്ടമാനം നിങ്ങളിങ്ങനെ ഈ പുച്ഛത്തോടെ ഇട്ട് പെരുമാറുകയും അതേപോലെ അവരെ അടിമയാക്കാനും അവരെ കാണുമ്പോൾ ആകെക്കൂടി ഒരു ഞാഞ്ഞൂല് പോലെ ഇരിക്കുന്ന ഒരു കുഞ്ഞു പയ്യന്മാരാക്കി. അപ്പോൾ അവരെന്ത് ചെയ്യാനാന്നുള്ള അങ്ങനത്തെ വിചാരമൊന്നും വേണ്ട. അവർ ചെയ്യണമെന്ന് ഉറച്ചിട്ടുണ്ട്. ഇന്ന് വരെ അവർ കേരളത്തിൽ നടത്തിയ ക്രൈമിനെ പറ്റി ആലോചിക്കുമ്പോൾ വളരെ വളരെ ക്രൂരമാണ്. നമുക്ക് അങ്ങനെ ആവാനേ സാധിക്കില്ല. അഫാനെ ഒഴിച്ചു നിർത്താൻ കേട്ടോ. അഫാനാകെ ബംഗാളികളെ മാറ്റി നിർത്തിയ ഒരുത്തനാണ്. അവനെ കൊണ്ട് മാത്രമേ അത് പറ്റുള്ളൂ. അപ്പോൾ എന്താണേലും ആകെ ഇപ്പം ജിഷ വധക്കേസിലെ ആ പയ്യനെ നോക്കിയാൽ ആകെ എന്താണ് അടയ്ക്ക പോലെ ഒരു ചെറിയ സാധനം. ഇവനാണെങ്കിലോ എൻ്റെ പൊന്നെ, ഇന്നലെ ആ പോലീസുകാരുടെയും നാട്ടുകാരുടെയൊക്കെ മുന്നിൽ നടുക്ക് ഇവൻ നിൽക്കുന്നുണ്ട്. തോട്ടിലിറങ്ങിയത് തപ്പുമൊക്കെ ചെയ്യുമ്പോൾ അവൻ എന്നാ ഉണ്ടാകെ ഇത്രയേ ഉള്ളൂ. പക്ഷേ അവനാണ് കോടാലി അമ്മിക്കല്ലും ഒക്കെ വെച്ച് അജാനവാകുക ഈ ഒരു മനുഷ്യനെ തല്ലിക്കൊന്നതെന്നാണ് പറയുന്നത്. പക്ഷേ തല്ലിക്കൊന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്ത ഇവൻ ഇത് ചെയ്യുന്നതിന് മുന്നേ ഇവനാണത് ചെയ്തത്. പക്ഷെ ചെയ്യിച്ചതിൻ്റെ പുറകെ വേറെ ആൾക്കാരാണെന്നാണ് ഇപ്പോഴത്തെ ജനങ്ങളുടെ ഇത്. അപ്പം അതിന് മുന്നേ നോക്കണേ, അവിടുത്തെ ആ ഒരു സ്ത്രീ പറയുന്ന ഒരു ഡയലോഗ് ഒരു ഇതിൽ, അവിടെ കുറേ പട്ടികൾ, സാധാ തെരുവ് പട്ടികളുണ്ടല്ലോ, ആ പട്ടികൾക്ക് അവരെല്ലാം ഫുഡ് കൊടുത്തുകൊണ്ടിരുന്ന 2 ദിവസം മുന്നേ ആ പട്ടികളെല്ലാം കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വന്ന് പിടിച്ചുകൊണ്ട് പോയെന്ന്. മുനിസിപ്പാലിറ്റിയിൽ നിന്നാണെന്നും പറഞ്ഞ് ആരോ പിടിച്ചുകൊണ്ട് പോയി. എന്താണെന്ന് മനസ്സിലായോ? ഇവർ രാത്രിയിൽ ഇവൻ ഈ 12 അടിയുള്ള ഗേറ്റൊക്കെ ചാടിക്കിടന്നാണോ വല്ലവരും ഇവനെ വല്ല ഏണിയും വെച്ച് കടത്തി വിട്ടാണോ എന്ന് പോലും അറിയില്ല. കാരണം ഇവരെല്ലാം വരുന്ന സമയത്ത് ഈ പട്ടികൾ കിടന്ന് കുറയ്ക്കാതിരിക്കാൻ വേണ്ടി പട്ടിയൊക്കെ നീക്കം ചെയ്തു. അപ്പോൾ അതിൻ്റെയൊക്കെ പുറകെ ഇവൻ തന്നെയാണോ ചെയ്തത്? ഒരു പട്ടിപ്പിടുത്തക്കാർ യൂണിഫോം പോലെയൊക്കെ ഇട്ട് മുനിസിപ്പാലിറ്റിക്കാരാന്നൊക്കെ പറഞ്ഞ് വന്ന് പട്ടിയെല്ലാം പിടിച്ചുകൊണ്ട് പോകണമെങ്കിൽ നാട്ടുകാർക്ക് സംശയം തോന്നാതിരിക്കണമെങ്കിൽ ഇവനെ സഹായിക്കാൻ ആൾക്കാരില്ലേ? ഇപ്പം ഇവൻ്റെ കൂട്ടുകാരെയൊക്കെ കണ്ടുപിടിച്ച് അവരാരേലും ആയിരിക്കുമോ? അതോ ഇതിൻ്റെ കർണാടകക്കാരാണ് ഇതിൻ്റെ പുറകിൽ എന്ന് പറയുന്നത് അവരാണ്? ഏതായാലും ആ സ്ത്രീ പറയുന്നൊന്ന് കേൾക്കാം. സഹകരണം കുറവാണ്. ഇപ്പോൾ DVR ഈ നിങ്ങളുടെ വീടിന് തൊട്ട് സമീപത്ത് തന്നെയാണ് കണ്ടെത്തിയത്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഈ കൊലയ്ക്ക് ശേഷം രാത്രിയിൽ ഇയാൾ ഇവിടെ കിടന്ന് കറങ്ങിയിട്ടുണ്ട്. കണിശമായിട്ടും അല്ല, കണ്ടിട്ടില്ല, കറങ്ങിയിട്ടുണ്ട്. പട്ടിനെ മാറ്റിയപ്പോഴും നമ്മളിവിടെ പറയുകയും ചെയ്തു ഇതെന്തോ ഒരു പ്രശ്നത്തിലാണെന്ന് ഇവിടെ പറഞ്ഞു. അവർ അതിന്റെ പട്ടിയെ പിടിച്ചോണ്ട് പോയി. പട്ടിപിടുത്തക്കാരാക്കി വന്ന് കൊണ്ടുവന്നു കുറച്ച് പേര്. അത് ഒരു മുനിസിപ്പാലിറ്റി നിന്നൊക്കെയാ പറയുന്നത്. ആരാന്ന് പറഞ്ഞാൽ ഇവിടെ പട്ടിയുണ്ട്. ഇവിടെ പട്ടി കുറെ അതുങ്ങൾ നല്ല ഇതാ
സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത് പട്ടികൾ. സമീപ വീടുകളിലുള്ള ഈ ഭാഗത്ത് ഇവിടെ കിടക്കുന്ന ഇത്രയും പട്ടിയുണ്ട് ഇവിടെ. അവര് അതുങ്ങൾക്ക് ചോറ് കൊടുക്കുന്നു, എല്ലാം നമ്മളിവിടെ കൊടുക്കും, എല്ലാവരും കൊടുക്കും, രേഖക്കാർ കൊടുക്കും, ഞാൻ കൊടുക്കും, ഈ നാട്ടിലുള്ള മിക്ക ആൾക്കാരും കൊടുക്കാനും അറിയാം. അതുങ്ങൾ ഇവിടെ ഉണ്ട്. ഒരു വെളിയിൽ നിന്ന് ഒരാൾ വന്നാൽ ഇതുങ്ങൾ കുറയ്ക്കും. പക്ഷെ ഈ പട്ടീനെ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞുള്ള സംഭവം ഇത്. അപ്പൊ പട്ടിയെന്ന് കുറയൊന്നുമില്ല, നിങ്ങൾ അറിഞ്ഞില്ല? അറിഞ്ഞിട്ടില്ല. ഈ വിജയകുമാറിനെയൊക്കെ കണ്ടുണ്ടോ? ആ പിന്നെ അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞത് ഒരു ചാനലുകാരോടാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു വലിയ പോയിൻ്റാണ്. പട്ടിയെ പിടിച്ചുകൊണ്ട് പോയത് മുനിസിപ്പാലിറ്റിക്കാരാണോ എന്ന് അന്വേഷിക്കുകയാണ്. പക്ഷേ അത് അവർ പറഞ്ഞിരിക്കുന്ന പോലീസുകാരോടല്ല. രണ്ടാമത് ഇത് കേട്ടത് പോലീസുകാരല്ല. അവർക്കിതൊന്നും കേൾക്കാൻ നേരമില്ല. അവർക്ക് പ്രതിയെ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഈ വിജയകുമാറിൻ്റെ മകൻ ഗൗതമിൻ്റെ കൊലപാതകത്തെ ആത്മഹത്യയാക്കി മാറ്റി വളരെ തന്ത്രപ്പെട്ട് ആത്മഹത്യയാക്കി മേടിച്ചു. ഓരോ പോലീസുകാരും കോടികൾ മേടിച്ചിട്ടുണ്ടായിരിക്കും. അതായിരിക്കും അവർ ആത്മഹത്യയാക്കി മാറ്റിയത്. ഇങ്ങേർക്ക് പണമുള്ളതുകൊണ്ട് ഇങ്ങേര് അതിൻ്റെ മുകളിൽ കളിച്ച് ഇങ്ങേര് വലിയ വലിയ അഡ്വക്കേറ്റിനെയൊക്കെ വെച്ച് ഇങ്ങേര് CBI അന്വേഷണത്തിൻ്റെ ഓർഡർ മേടിച്ചു. അപ്പോൾ അതേ ഇവരെയും കൊന്നു. അപ്പോൾ പണം കൊണ്ടുള്ള കളിയാണ്. കംപ്ലീറ്റ് പണത്തിൻ്റെ മേലെയാണ് കേട്ടോ. പണത്തിൻ്റെ മേലെ പരുന്തും പറക്കുന്നു. ഇപ്പം മൊത്തം പണത്തിൻ്റെ കളി തന്നെയാണ്. കാരണം ഇങ്ങേർക്ക് ഇത്രയും പണമുണ്ടെങ്കിൽ ഇങ്ങേരുടെ മുകളിൽ പണമുള്ളവനായിരിക്കണം കർണാടകക്കാരൻ. ഇപ്പം ഇനി എപ്പോഴും പറയുന്ന ഈ കർണാടകക്കാരനെ പറ്റിയുള്ള വോയിസ് കേൾപ്പിക്കാം. അത് മൈസൂരിലും അങ്ങനെയുള്ള പ്രോപ്പർട്ടിയുടെ പുറത്തുണ്ടാകുന്ന വിഷയമാണ്. അവരൊരു ശത്രുക്കളുണ്ട് എന്ന് ഇങ്ങേര് പറയുന്നു. അപ്പോഴും അത് എന്ത് ശത്രുത? ഇങ്ങേര് അവരെ പറ്റിച്ചോ ഇങ്ങേരെ പറ്റിച്ചോ എന്നൊന്നും നമുക്കറിയത്തില്ല. ഒന്ന് കേട്ടു നോക്കാം. കൊന്ന കേസ് വളച്ചു കെട്ടി പിന്നെ ആസാങ്കാരൻ്റെ ഇടയ്ക്ക് വെച്ച് കേട്ടു. എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടായിരുന്നു ഈ വിജയകുമാറെ. പുള്ളിയുടെ മകൻ മരിച്ച് കഴിഞ്ഞിട്ട് 12 വർഷം എന്നെ കാണുമ്പോഴെല്ലാം പുള്ളി ഒരു കാര്യം പറയായിരുന്നു. ഇത് ബാംഗ്ലൂരുള്ള ഒരു ടീമാണ് അതിനെ കൊന്നതെന്ന് വെച്ചാൽ പുള്ളിക്ക് ബാംഗ്ലൂർ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. അത് ചുടുവിൽ അടിച്ചെടുത്താറുണ്ട്. കർണാടകയിലെ വിജയകുമാറിന് അവിടെ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു മൈസൂരിൽ. അപ്പൊ അതിന്റെ എന്തോ ഇഷ്യൂലാണ് മകനെ കൊന്നത്. എന്നുവെച്ചാൽ ആ മകന് ഒരു കുഴപ്പമില്ല. പുള്ളി നല്ല ഇമെൻസ്ലി റിച്ച് ആണ്. ഇൻഫോ പാർക്കിലൊക്കെ പുള്ളിക്ക് പ്രോപ്പർട്ടി ഉണ്ട്. ഈ മകൻ അതാ നോക്കിക്കൊണ്ടിരുന്നത്. മകൻ ബിടെക്കാരനാ. ഒരു കുഴപ്പമില്ല. മരിക്കുന്നതിന് അന്ന് വൈകിട്ട് അമ്മയെ ഫോൺ ചെയ്തിട്ട് വെളിയിൽ നിന്ന് വല്ല ഫുഡ് വാങ്ങിക്കണമെന്ന് വിളിച്ച് ചോദിച്ചതാ. ആ മനുഷ്യൻ എങ്ങനെ അവിടെ കിടക്കുന്നു? അതല്ല മെയിൻ റോഡിൽ MC റോഡിൽ പിന്നെ വണ്ടി കിടക്കുന്നു. അവിടെ നിന്ന് 240 മീറ്റർ അകലെ ഈ കഴുത്തും കുറിച്ചിട്ട് നടന്നു പോകത്തില്ല. അതിന്റെ പുള്ളിക്ക് അത് ഭയങ്കര ഡൗട്ടായിട്ട് പുള്ളി അതിന്റെ പുറകെ ഓടി. പിന്നെ ആസിഫിന്റെ പഴയ പ്രോസിക്യൂഷൻ പുള്ളി ആ കേസൊക്കെ നടത്തിയത്. അങ്ങനെ 2 മാസം മുമ്പ് പിന്നെ CBIയുടെ അന്വേഷണ ഹൈക്കോടതി ഉത്തരവിട്ടു. അതിന്റെ പ്രത്യാഘാതമായത് ഇവൻ ചെന്ന് ഇത് ഡോറ് തുറന്നതും കൊടുക്കാനൊക്കെ അവൻ സഹായിച്ചാണ്. അവന് വല്ല കാര്യമായിട്ട് ക്യാഷ് കൊടുത്താണ്. അല്ലാതെ ഇവൻ പിന്നെ ഒരു ഫോൺ പൊട്ടിച്ചതിന് ജയിലിൽ പിടിച്ചിട്ട് ഞാൻ 2 പേരെ കോടാലിക്ക് വെട്ടിക്കൊല്ലു. അത് മാത്രമല്ല, അവനെ സംബന്ധിച്ചിടത്തോളം അവന് കാശിന് ആവശ്യമുള്ളവനാണ്. ഒരു മോഷണ ടെൻഡൻസി ഉള്ളവനാണെന്നുണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കൃത്യം നിർവഹിച്ചിട്ട് അവിടുന്ന് വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം മുട്ടിച്ചിട്ടുണ്ടാവില്ല. പുള്ളിയുടെ ഭാര്യയുടെ ഡോക്ടർ മീരയുടെ ബോഡിയിൽ ഒരു മിനിമം 50 പവനെങ്കിലും കാണും. പിന്നെ വിജയകുമാറിന്റെ ദേഹത്തും കാണും. പിന്നെ ആ വീട്ടിൽ എവിടെയൊക്കെ പൈസ ഇരിക്കുന്നതെല്ലാം ഇവനറിയാം. അവൻ ഒരു ഗ്രാം സ്വർണം പോലും അവൻ എടുത്തിട്ടില്ല. അവരൊന്നും ഡയറക്റ്റ് ചെയ്യത്തില്ല. അവർ 10 പേര് മറിഞ്ഞായിരിക്കും ഇവനെ ജയിലിൽ നിന്ന് ഇറക്കിയതും പിന്നെ ഇവനെ കൊണ്ട് ചെയ്യിച്ചതും DVR എടുപ്പിച്ചതും എല്ലാം. പക്ഷെ അതൊന്നും തെളിയത്തില്ല. ഇവിടെ തന്നെ SP തന്നെ ആദ്യത്തെ ദിവസം പറഞ്ഞല്ലോ ആസാങ്കാരനെ ഞങ്ങൾക്ക് സംശയം. നമുക്കൊരു പട്ടിയെ പോലും കൊല്ലാൻ പറ്റും ഒരു കോടാലി കൊണ്ട്. ഇത് കോടാലി കൊണ്ട് 2 പേര്. അതും എൻ്റെ പുള്ളി എങ്ങനെ പുള്ളി നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യനെ എങ്ങനെ ഈ 5 അടി പൊക്കമുള്ളവൻ പിന്നെ നെഞ്ചത്ത് കയറി ഇരുന്നിട്ട് കോടാലി കൊണ്ട് വെട്ടിക്കൊല്ലുന്ന എങ്ങനെ? അയാൾ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണെന്ന് പറയുന്നത്. എന്നാലും അയാൾ ഫിസിക്കലി ഫിറ്റ് ആണ്. അത് മാത്രമല്ല ഫിസിക്കലി ഫിറ്റ് ആണ്. പിന്നെ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ഇത്രയും ഒരു ഇമ്മൻസ്ലി റിച്ച് ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ വീട്ടിൽ തീർച്ചയായിട്ടും പ്രത്യേകിച്ചും മകന്റെ ഈ സാഹചര്യമൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സ്വയരക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സംവിധാനം അദ്ദേഹം കാണുകയും അദ്ദേഹം വളരെയേറെ വിജിലന്റ് ആയിരിക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ഇത്രയൊക്കെ പണം ഉണ്ടെങ്കിലും വിജയകുമാർ വീണ്ടും പണത്തിൻ്റെ പുറകെ തന്നെയുള്ള യാത്രയിലായിരുന്നു കേട്ടോ. അത് ഉറപ്പാണ്. ഇപ്പോഴും ആ യാത്രയിലായിരുന്നു. പിന്നെ മക്കളെക്കുറിച്ച് പറയാം. മകളാണെങ്കിൽ അമേരിക്കയിൽ പോയിരിക്കുകയാണ്. ഡോക്ടറാണ്. പക്ഷേ ഇവിടെയൊന്നും സാധാരണ പാവപ്പെട്ടവരെ ചികിത്സിച്ച് കഴിഞ്ഞാൽ പറ്റില്ല. ഇനി ആ ഡോക്ടറാണോ അതോ ശാസ്ത്രജ്ഞയാണോ എന്നും നമുക്കറിയില്ല. എന്താണെങ്കിലും ജീവിക്കുന്നത് അമേരിക്കയിലാണ്. അമേരിക്ക സ്റ്റൈലാണ്. മകനാണ് എൻജിനീയറാണ്. മകനും പണത്തിൻ്റെ പുറകെ ഉള്ള ഓട്ടത്തിലായിരുന്നു. ടെക്നോ പാർക്കിലെന്തോ ഇതൊക്കെയായിരുന്നു സംഭവം. അപ്പം ഇവരുടെ ലൈഫിൽ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് കൊടുത്തത് പണം എന്ന ആ വാക്കിനാണ്. പക്ഷേ അലക്സാണ്ടർ ചക്രവർത്തി മരിച്ച പോലെ 2 കൈയും തുറന്ന് താഴോട്ടിട്ടേ പോകാൻ പറ്റുള്ളൂ. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ 6 അടി മണ്ണല്ലേ നമുക്ക് സ്വന്തമായിട്ടുള്ളൂ, അല്ല നമ്മൾ സമ്പാദിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറയും. സത്യത്തിൽ ഇന്നിപ്പോൾ 6 അടി മണ്ണ് നമുക്ക് സ്വന്തമായിട്ടില്ല.
ഗ്യാസ് കുറ്റിയൊക്കെ കൊണ്ടുവന്ന് വെച്ച് മൊത്തത്തിൽ സെക്കൻഡിനുള്ളിൽ കത്തിച്ച് കളയുന്ന ഒരു രീതിയാണ് ഈ അടുത്തായിട്ട് ഞാൻ കണ്ടിരിക്കുന്ന എല്ലാം അങ്ങനെ. ഗ്യാസ് കുറ്റി കൊണ്ടുവന്ന് വെച്ചിട്ട് എന്തോ ഒരു സാധനത്തിൻ്റെ അകത്തോട്ട് വെച്ചിട്ട് ഗ്യാസ് കുറ്റി താഴെ കത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ പണത്തിൻ്റെ പുറകെ ഉള്ള ഓട്ടം കൊണ്ട് ജീവിതം ആസ്വദിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല. ജീവിതം ഇപ്പം ഇങ്ങേര് വളരെ പിശുക്കനാണ്. പിശുക്ക് മൂത്തിട്ടായിരിക്കും ഇങ്ങേര് സെക്യൂരിറ്റിയൊക്കെ ചെറുപ്പക്കാരെ പോലും വെക്കാത്ത. പ്രായമുള്ളവർക്കാകുമ്പോൾ എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ മതിയല്ലോ, അങ്ങനെ വെച്ചേ. അപ്പോൾ ഇങ്ങനെയെല്ലാം പിശുക്കി അങ്ങോട്ട് അടക്കി പിടിച്ചിട്ട് ഒന്നും നേടാനില്ല. ഒരു സെക്കൻഡ് കൊണ്ട് ഒരു ബലൂൺ പൊട്ടുന്ന പോലെ ഉള്ളൂ നമ്മുടെയൊക്കെ ലൈഫിൻ്റെ ഒരു ഗ്യാരണ്ടി അല്ലെ ആയുസ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം. ഈ വക സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരു ന്യൂസ് പോലെ കേട്ട് വലിച്ചെറിയാതെ ഇതിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒരു ഒരു മെസ്സേജ്, നല്ല മെസ്സേജ് മനസ്സിലേക്ക് കയറ്റാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം കേൾക്കുന്നവർ. കാരണം ഇതൊന്നും അല്ല, ഇവരൊക്കെ ചെയ്തതിൽ ഒത്തിരി തെറ്റുകൾ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കാണാൻ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ ലൈഫിൽ അത് മാറ്റി ചിന്തിക്കണം. ഇത് ഇവർ ഈ ചെയ്ത് ഒരു പരിധിവരെ പണം ഉണ്ടാക്കാനായിട്ട് അങ്ങേര് ചെയ്തതൊക്കെ നല്ലതായിരിക്കാം. പക്ഷേ പണം ഉണ്ടാക്കി കഴിയുമ്പോഴെങ്കിലും ബാക്കി ജീവിതത്തിന് വേണ്ടി മാറ്റിവെച്ച് അല്ലെ ജീവിതം ആസ്വദിക്കാനായിട്ടെങ്കിലും കണ്ടെത്തണം. സഹജീവികളോടൊരു സഹാനുഭൂതി എപ്പോൾ പണം ഉണ്ടാക്കുമ്പോഴും വേണം. ഇപ്പോൾ പല വ്യവസായ പ്രമുഖരൊക്കെ ആ ഒരു രീതിക്കാണ് പോകുന്നത്. അവർ ആദ്യകാലത്തൊക്കെ പണം ഉണ്ടാക്കി, എന്നാലും പിന്നീട് അത് മറ്റുള്ളവരെ സഹായിക്കാനും എടുക്കുക. ഇങ്ങനെ ഒരാളെ സഹായിച്ചതായിട്ട് ഇങ്ങനെ അടുത്തറിയുന്ന ഒരാളും പറയുന്നില്ല. 5 പൈസ ഒരാൾക്ക് കൊടുത്തായിട്ട് പറയുന്നില്ല. ഒരു സഹാനുഭൂതി അങ്ങനെ ഒരു സംഭവം പോലും ഇല്ല. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.